ആയിരങ്ങളുടെ വിഷപ്പാമ്പുകളുണ്ട്. അധാർമികതകളുടെയും അശ്ലീലതകളുടെയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും ഒട്ടേറെ വിഷപ്പാമ്പുകളും ചെളിയും മഴുക്കുകളുമുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. പരിക്കുകൾ പറ്റാതെ, ഇതിലേക്കൊന്നും നമ്മുടെ ശരീരമോ മനസ്സോ ഒരിക്കലും ചെന്നു ചേരാതെ കൃത്യമായി ഈ ലോകത്ത് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് നേടിയെടുക്കലാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ തഖ്വ എന്ന് പറയുന്നത്. അത് ഖൽബിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ആദ്യം നന്നാകേണ്ടത് പ്രിയമുള്ളവരെ ഖൽബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അതാണ് ഖൽബ്. അപ്പൊ ഖൽബാണ് ആദ്യം നന്നാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. എങ്കിൽ പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ തഖ്വയുണ്ടെന്ന് പറഞ്ഞ് എല്ലാ തെമ്മാടിത്തവും ചെയ്യാമെന്നാണോ? അങ്ങനെ ചിലർ മനസ്സിലാക്കി. തഖ്വ എന്റെ ഖൽബിലാണ്, തഖ്വ എന്റെ ഹൃദയത്തിലാണ്, അത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊള്ളണമെന്നില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. തഖ്വ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ വേഷത്തിലും ശരീരത്തിലുമൊക്കെ കാണണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൽബ് നന്നായാൽ കണ്ണും നന്നാകും, കാതും നന്നാവും, നാവും നന്നാകും, കൈയും നന്നാകും, കാലും നന്നാകും, ബോഡി മൊത്തം നന്നാകും. ഖൽബിൽ തഖ്വണ്ടോ ഹറാമിലേക്ക് നോക്കൂല, ഖൽബിൽ തഖ്വണ്ടോ ഹറാമ് കേൾക്കൂല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമ് സംസാരിക്കൂല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമ് സ്പർശിക്കൂല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമ് ഭക്ഷിക്കുകയില്ല, ഹറാമ് സമ്പാദിക്കുകയില്ല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമായ നീചമായ ഒരു വേദിയിലും അവൻ പോയി ഇരുന്നു കൊടുക്കുകയില്ല. ജീവിതത്തിന്റെ ശരീരത്തിന്റെ മുഴുവൻ മാറ്റത്തിന് കാരണമാകുന്നത് ഖൽബിന്റെ മാറ്റമാണ്. അപ്പൊ വാക്കിൽ തഖ്വ വേണം, നോക്കിൽ തഖ്വ വേണം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അല്ലാഹു തആല പറയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വഖൂലു ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയണം. അപ്പൊ തഖ്വയുണ്ടെങ്കിൽ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം, നീ നിന്റെ നോമ്പിനെ മുറിച്ചു കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്, മാലം യഖ്രിഖ്ഹാ, അതിനെ തുളച്ചു ദ്വാരമുണ്ടാക്കി നശിപ്പിച്ചിട്ടില്ലെങ്കിൽ. എങ്ങനെയാ നോമ്പിന് ദ്വാരമുണ്ടാക്കൽ? അൽ ഗീബ, അൽ ഗീബ, ആരാന്റെ കുറ്റം പറയുക, പരദൂഷണം പറയുക, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക, അതൊക്കെ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ തഖ്വ എന്ന് പറയുന്നത്, പല ആളുകളോടും നമ്മൾ ചോദിക്കുമ്പോ എനിക്കങ്ങനെ വേഷത്തിൽ തഖ്വ വേണമെന്നുമില്ല, ഇസ്ലാമിന്റെ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല, തഖ്വയൊക്കെ ഹൃദയത്തിലാണോ? അല്ല, തഖ്വ ഹൃദയത്തിലുണ്ട്, ശരിയാണ് എങ്കിൽ അത് നിന്റെ വാക്കിൽ വേണം, നോക്കിൽ വേണം, കേൾവിയിൽ വേണം, എല്ലാ പ്രവർത്തനത്തിലും വേണം, സമ്പാദ്യത്തിൽ വേണം, ജോലിയിൽ വേണം, ഉത്തരവാദിത്ത നിർവഹണത്തിൽ വേണം, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വേണം. അതാണ് തഖ്വ. ആ നിലയ്ക്ക് തഖ്വയുണ്ടെങ്കിലേ അല്ലാഹ് കരുണ ചെയ്യൂ. പടച്ചോന്റെ തഖ്വ കിട്ടണ, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം. അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണല്ലോ. അത് റമളാനിലാണെങ്കിലും ഏത് മാസത്തിലാണെങ്കിലും. റമളാൻ കാരുണ്യത്തിന്റെ മാസം തന്നെയാണ്, ശരിയാണ്. അല്ലാഹ് കരുണാവാരിധിയാണ്, ശരിയാണ്. പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യം ഈ മാസത്തിലും അല്ലാത്ത മാസത്തിലുമൊക്കെ കിട്ടണമെങ്കിലുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അവൻ കരുണ ചെയ്യും. ഇനി സുഹൃത്തുക്കളെ, രണ്ടാമത് എന്താ പറഞ്ഞത്? വയുതൂന സക്കാ, സാമ്പത്തിക മേഖല ശുദ്ധമാകണം. കണ്ടോ, അള്ളാന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ള തന്ന സമ്പത്തിൽ നിന്ന് അള്ള പറഞ്ഞ വിഹിതം, അള്ള പറഞ്ഞ അവകാശികളെ നോക്കി തന്നെ അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടണം. ചിലരൊക്കെ വലിയ മുത്തഖിയാണെന്ന് പറയും, പണത്തുമ്പോ തൊടൂല, സക്കാത്ത് കൊടുക്കൂല, പാവങ്ങളെക്കുറിച്ച് തീരെ കാണൂല, 2ഉം 3ഉം 4ഉം ഒക്കെ ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട്, പള്ളിയിൽ ഒരുപാട് നേരം ഭജനമിരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട്, ധാരാളം എല്ലാ സമയത്തും പള്ളിയിൽ തന്നെ നിസ്കാരത്തിന് പോകുന്നുണ്ട്, ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അയൽപ്പക്കത്തെ കൂരയിലെ വിശപ്പറിയുന്നില്ല,
അയൽ വീട്ടിലെ കുഞ്ഞിന്റെ വിശപ്പറിയുന്നില്ല, അവന്റെ പ്രയാസം അറിയുന്നില്ല, പാവങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അനാഥകളോട് കാരുണ്യം കാണിക്കുന്നില്ല, അഗതികളെ ഭക്ഷണമൂട്ടാൻ വേണ്ടത് ചെയ്യുന്നില്ല. അതും മതനിഷേധമായിട്ടല്ലേ അല്ലാഹു പറയുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. മതത്തെ കളവാക്കിയവൻ ആരെന്ന് പറയട്ടെയോ? അനാഥയെ തള്ളിക്കളയുന്നവനാണവൻ. അഗതികളുടെ ഭക്ഷണകാര്യത്തിന് പ്രേരണ പോലും കൊടുക്കാത്തവനാണവൻ. അപ്പൊ അത് പോരാ. അള്ളാന്റെ റഹ്മത്ത് കിട്ടണോ? സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. നമ്മുടെ ആയത്തുകളിൽ അടിയുറച്ച് വിശ്വസിക്കണം. അള്ളാന്റെ ഒരു നിയമം കേട്ടാൽ, ഖുർആനിലെ ഒരു ആയത്ത് കേട്ടാൽ, ഒരു ഹദീസ് കേട്ടാൽ, ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് പറയാണ്, ഈ ആയത്തൊന്നും ഞാൻ അങ്ങനെ മുഴുവനങ്ങ് സ്വീകരിക്കൂല. കാരണം ഞാൻ ബുദ്ധിജീവിയാണ്, ഞാൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് ആയത്തിലും ഹദീസിലും എന്ത് നിയമങ്ങളുണ്ടെങ്കിലും ഞാൻ ബുദ്ധിജീവിയായതുകൊണ്ട് എന്റെ ബുദ്ധിയുടെ മൂശയിലിട്ടിട്ട് ഞാനിതൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് ഞാൻ അംഗീകരിക്കൂ എന്ന് വന്നാൽ അവൻ വിശ്വാസിയല്ല. തന്നേക്കാൾ ഏറ്റവും വലിയ അറിവുള്ള നാഥൻ, തനിക്ക് ബുദ്ധി നൽകിയ നാഥൻ, ലോകത്തുള്ളവരുടെ എല്ലാ ബുദ്ധിയുടെയും കേന്ദ്രമായി അത് നൽകിയിട്ടുള്ള ബുദ്ധിമാനായ റബ്ബ്, അവന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ മാത്രം എന്റെ കൊച്ചു ബുദ്ധി വളർന്നിട്ടില്ല. ഈ വിനയമാണ് അള്ളാന്റെ കാരുണ്യത്തിന് നമ്മെ അവകാശികളാക്കുക. വിനയം വേണം, നിയമങ്ങളോട് വിനയം വേണം, പ്രമാണങ്ങളോട് വിനയം വേണം. അള്ളാഹ് ഖുർആനിലൊരു നിയമം പറയുമ്പോ ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്നൊരു ധിക്കാരമാണ്. ഹദീസിലൊരു നിയമം പറയുമ്പോ ഞാൻ അംഗീകരിക്കില്ലെന്ന് പറയുന്നൊരു ധിക്കാരമാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആര് ധിക്കരിക്കുന്നുവോ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവൻ സുവ്യക്തമായ പിഴവിലാണ് ആപതിച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പൊ പടച്ചവന്റെ കാരുണ്യം വേണോ? എന്തൊക്കെ വേണം? തഖ്വ വേണം, സകാത്ത് കൊടുക്കണം, അള്ളാന്റെ നിയമങ്ങളെ മുഴുവനും മനസ്സാ വാചാ കർമ്മണ വിനയത്തോടുകൂടി അംഗീകരിക്കണം. അതുകൊണ്ടും തീർന്നില്ല. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, റസൂലുള്ളാഹിനെ പിൻപറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റണം. എങ്ങനെയൊക്കെ പിൻപറ്റണം? അവിടുന്ന് നബിയാണെന്ന് വിശ്വസിച്ചാൽ മതിയോ? ഫല്ലദീന ആമനൂ ബിഹി وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കണം, അവിടുത്തോട് ബഹുമാനമുണ്ടാകണം, ആദരവുണ്ടാകണം, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ സഹായികളാവണം, അവിടുത്തേക്ക് അല്ലാഹ് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രകാശങ്ങളെ മുഴുവനും യാതൊരു മനസാക്ഷിക്കുത്തും തോന്നാതെ പിൻപറ്റണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവർക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുക. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താ? അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അല്ലാഹ് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ വശത്തിലേക്ക് വരിക. അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അല്ലാഹ് പറയുന്ന രണ്ടാമത്തെ വശം, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ ചെയ്യുന്ന ആളുകൾ, അവരോടാണ് കരുണാനിധി കരുണ ചെയ്യുക. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ ചെയ്യൂ. യർഹമുകും മൻ ഫിസ് സമാ, ഉപരിഭാഗത്തുള്ളവൻ, എല്ലാത്തിന്റെയും മീതെയുള്ളവനായ അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യും. അപ്പൊ അല്ലാഹ് നമ്മളോട് കരുണ കാണിക്കണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. എന്ത്? ചുറ്റുഭാഗത്തുമുള്ള ആളുകളോട് കരുണ കാണിക്കണം, ചുറ്റുഭാഗത്തുള്ളവരോട് കരുണ കാണിക്കണം. ആ കരുണ കാണിക്കുന്ന മാസമാണിത്. ഈ മാസത്തിൽ പോരാ, എപ്പോഴും വേണം. ഏറ്റവും നമ്മൾ കരുണ കാണിക്കേണ്ടത് ആരോടാ? അള്ളാഹുവിനെ കഴിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹു നമ്മോട് കരുണ ചെയ്യാൻ, അള്ളാഹ് നമ്മളോട് നിങ്ങൾ ശുക്ർ ചെയ്യണം എനിക്ക് എന്ന് പറഞ്ഞല്ലോ. റബ്ബിനോട് ശുക്ർ കഴിച്ചാൽ നാം ഏറ്റവും കൂടുതൽ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുത്ത് കരുണ കാണിക്കേണ്ട ഒരു വിഭാഗമുണ്ട്. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ, മാതാപിതാക്കളോടുള്ള കാരുണ്യം പരത്തി പറയേണ്ട കാര്യമില്ല. ഇന്നിന്റെ ലോകം പ്രിയമുള്ളവരെ,
വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തള്ളയെ വേണ്ടാത്ത മക്കൾ, തന്തയെ വേണ്ടാത്ത മക്കൾ, ബാപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട, അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട. തെരുവുകളിൽ തെണ്ടി നടക്കുന്ന അമ്മമാർ, തെരുവുകളിൽ മുട്ടിട്ട് നീന്തി നടക്കുന്ന വൃദ്ധകളായ മാതാപിതാക്കൾ, വൃദ്ധന്മാരായ പിതാക്കൾ. ആരാണ് ഉത്തരവാദി? മക്കൾക്ക് അവരെ വേണ്ട. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? നിന്റെ കരുണക്ക് ഏറ്റവും അർഹരായ ആളുകൾ നിന്റെ മാതാപിതാക്കളാണ്. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണം, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നീ ഏറ്റവും കരുണ ചെയ്യേണ്ടതിന്റെ മാതാപിതാക്കളോട് ഏത് ടൈമിലാ? മാതാപിതാക്കൾക്ക് നല്ല ചോരത്തിളപ്പും യൗവനവും ഉണ്ടാകുന്ന കാലത്തല്ല. അപ്പൊ ഒരു പക്ഷേ മക്കളൊക്കെ അവരെ പേടിച്ചവരെ സപ്പോർട്ട് ചെയ്യും. നിന്റെ മാതാപിതാക്കൾ വൃദ്ധരായി ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയിട്ട് അവരുടെ ബുദ്ധിക്ക് വലിയ പ്രയാസങ്ങളും തകരാറുകളും സംഭവിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്കൊരു വിലയും കാണാത്ത ഒരു കാലം വരുമ്പോ ആ സമയത്തുള്ള സ്റ്റേജിലെത്തിക്കഴിഞ്ഞ മാതാപിതാക്കളാണെങ്കിലും ഒന്നുമറിയാത്ത തൊലി ചുക്കിച്ചുളിഞ്ഞ ജരാനരകൾ ബാധിച്ച കണ്ണിന്റെ ഓജസ്സും തേജസ്സും ശരീരത്തിന്റെ തെളിമയും അതിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രകാശവും വറ്റിവരണ്ട് നിൽക്കുന്ന ഒരു പേക്കോലങ്ങളായി നിന്റെ മുമ്പിൽ ജീവിക്കുന്ന നിന്റെ ഉമ്മയുണ്ടോ, ഉമ്മയുണ്ടോ, ഉപ്പയുണ്ടോ, ഉമ്മയുണ്ടോ? ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഇതുപോലെ പറഞ്ഞൊരു ഗ്രന്ഥമേതാ ഉള്ളത്? നിന്റെ മാതാപിതാക്കളോട് ഉഫ്ഫിൻ എന്ന വാക്ക് നീ പറയരുത്. എന്താ ഉഫ്ഫിൻ എന്ന് പറഞ്ഞ അറബി? ഛേ, ഛേ എന്നൊരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുത്. നമ്മൾ ഒരാളോടൊരൽപ്പം വിമിഷ്ടത്തോടെ പറയുന്ന പദങ്ങളിൽ താരതമ്യേന അപകടം കുറഞ്ഞൊരു വാക്കാണ് ഛേ എന്ന്. അതുപോലും മാതാപിതാക്കളോട് പറയരുത് എന്നാണ്. മാതാപിതാക്കൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മാതാവിനെ വെട്ടിക്കൊന്ന മുസ്ലിം പേരുള്ള മക്കളെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിതാവിനെ കോടാലി കൊണ്ട് കഴുത്തറുത്തു കൊന്ന മുസ്ലിം പേരുള്ളവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തേ പ്രശ്നം? മാതാപിതാക്കളെ അവർക്ക് വേണ്ട, മാതാപിതാക്കളോട് അവർക്ക് ബഹുമാനമില്ല. അനുഭവിക്കും പ്രവാസികളെ, അനുഭവിക്കും നമ്മൾ. മാതാപിതാക്കൾ ഒരുപാട് കരുണ നമ്മോട് ചെയ്തവരാണ്. അവര് ചെറുപ്പത്തിൽ നമ്മെ പരിപാലിച്ചവരാണ്. നിങ്ങളുടെ റിയാലുകളല്ല, ദിർഹമുകളല്ല, പളവളപ്പുള്ള വസ്ത്രങ്ങളല്ല, ഡ്രാഫ്റ്റുകളല്ല, ചെക്ക് ലീഫുകളല്ല. മാതാപിതാക്കൾ പ്രായമായാൽ ആഗ്രഹിക്കുന്നത് എന്റെ പൊന്നുമോൻ എന്നെ നോക്കിയിട്ട് എന്റെ പൊന്നു ഉമ്മ, എന്റെ ഉപ്പ എന്നൊന്ന് വിളിക്കാൻ എന്റെ മകന് മനസ്സുണ്ടോ? ഇതാണ് സുഹൃത്തുക്കളെ ഉപ്പയും ഉമ്മയും നോക്കുന്നത്. ഉപ്പ എന്നൊരു വിളി, ഉമ്മ എന്നൊരു വിളി കേൾക്കാൻ ഉമ്മ കാതോർത്തിരിക്കുകയാണ് കാതങ്ങൾക്കപ്പുറം. പ്രവാസികളെ, ഭാര്യയെ കിട്ടാൻ വേണ്ടി ടെലിഫോണിൽ റിങ് ചെയ്തപ്പോ എടുത്തത് ഉമ്മയായി പോയപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്ന പ്രവാസികളിൽ നമ്മൾ പെട്ടുപോകല്ല. ഒരുപാട് സമയമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയതാണ്, എടുത്തതാ തള്ളയാണ് എന്ന് പറയുന്ന ഒരു ദുരന്തം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വലിയവരാണെങ്കിലും എത്ര നമ്മൾ വളർന്നാലും ഉമ്മയോടും ഉപ്പയോടുമുള്ള വാത്സല്യം അവസാനിപ്പിക്കരുത്. അവരെ കണ്ണുനീര് കുടിപ്പിച്ചാൽ സ്വന്തം മക്കളിലൂടെ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തിരിച്ചടി ഉറപ്പാണ്. സ്വന്തം മാതാപിതാക്കളെ ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ എന്റെ മക്കളിലൂടെ എനിക്ക് തിരിച്ചടി ഉറപ്പാണ്. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ എനിക്ക് ദുനിയാവിൽ വെച്ച് തന്നെ തിരിച്ചടി ഉറപ്പാണ്. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ. നിങ്ങളുടെ കാരുണ്യത്തിന് ഏറ്റവും അവകാശി നിങ്ങളുടെ മാതാപിതാക്കളാണ്. ഇനി നിങ്ങളവർക്ക് എന്ത് തന്നെ ചെയ്തു കൊടുത്താലും അതൊന്നും മതിയാവില്ല. അതുകൊണ്ട് കരുണാവാരിധിയായ റബ്ബിനോട് അവർക്ക് വേണ്ടി എപ്പോഴും തേടണം. റബ്ബിർഹംഹുമാ